Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളിപ്പോൾ ക്യൂട്ടിയുടെയും അതുപോലെ തന്നെ FM-ൻ്റെ പാർട്ട് ബൈ പാർട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യൂട്ടിയുടെ കാണാത്തവരുണ്ടെങ്കിൽ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കൊമേഴ്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ചെക്ക് ഔട്ട് ഓൾ ദ വീഡിയോസ് റിലേറ്റിംഗ് ടു കൊമേഴ്സ്. ഓക്കെ, സോ കറൻ്റ്ലി ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഒരു സെഷനാണ്. NPV, IRR, PI അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഞാൻ കുറേ അധികം കീ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ഞാൻ തൊട്ട് മുന്നിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് NPV, IRR, PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈ 3 ടേമിൻ്റെ എല്ലാ ഡൗട്ടും അതിൽ സോൾവ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് NPV അതുപോലെ IRR കമ്പാരിസണും അതുപോലെ തന്നെ NPV അതുപോലെ IRRൻ്റെ റിസൾട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന 2-3 പോയിൻറ്റ്സും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 2-3 പ്രാവശ്യം ചോദിച്ചു കണ്ടിരിക്കുന്ന 2 ടേംസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ NPV, IRR, PI ഈ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ദ സെൻസ് അതിൻ്റെ സെക്ഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ആൻഡ് നമ്മളുടെ വൺ ഓഫ് ദി സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ NPV പോസിറ്റീവ് ആണെങ്കിൽ IRR എന്തായിരിക്കും എന്നുള്ളത്. അതിൻ്റെ ഒരു ആൻസറും നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങളോട് ഇനി NPV എന്താണ് IRR എന്താണെന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. അതിന് നിങ്ങൾ ആ ഒരു തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. ഇപ്പോൾ നമുക്ക് കമ്പാരിസൺ ബിറ്റ്വീൻ NPV അതുപോലെ IRR തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം NPV അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ റിട്ടേൺ മെത്തേഡ് ഇവർ രണ്ടുപേരും സിമിലർ ആണ് ഇൻ ദ കേസ് ഓഫ് മോഡേൺ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. അതായത് ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണീനെ അവർ കൺസിഡർ ചെയ്യും എന്നുള്ളൊരു സിമിലാരിറ്റി ഇവർ തമ്മിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. സോ ഫസ്റ്റ് തന്നെ NPV നോക്കാം. NPV മെത്തേഡിൽ പ്രസൻറ്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഡിസ്കൗണ്ടിങ് ദ future cash flows of the project at a predetermined or specified rate called cut-off rate basis-ലാണ് on കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ആ ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് എല്ലാവർക്കും അറിയാം കട്ട് ഓഫ് റേറ്റിലാണ്, പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിലാണ്, സ്പെസിഫൈഡ് റേറ്റിലാണ്, അങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എന്തിലാണ്, ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് എന്നുള്ളത് ആർക്കും അറിയില്ല, റൈറ്റ്? സോ ഈ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള റേറ്റ് അത് എന്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതും ഈ ഒരു പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ടിങ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഓഫ് ദ പ്രൊജക്റ്റ്. നമ്മളുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്, ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓൺ ദ അതർ ഹാൻഡ് ഓഫ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡിലോ ക്യാഷ് ഫ്ലോസ് ആർ ഡിസ്കൗണ്ടഡ് അറ്റ് എ സ്യൂട്ടബിൾ റേറ്റ് ബൈ ട്രയൽ ആൻഡ് ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ്. ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് വഴിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. വിച്ച് ഇക്വേറ്റ്സ് ദ പ്രസൻറ്റ് വാല്യൂ സോ calculated to the amount of investment. Present value equates to amount of investment. ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു IRR മെത്തേഡില്ലേ, ഈ ഒരു IRR മെത്തേഡിൽ പറയുന്ന പോലെ തന്നെ അവിടെ നമ്മൾക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റേറ്റ് ഇല്ല. അതാണ് ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് റേറ്റ് ഉണ്ട്. പക്ഷേ IRR മെത്തേഡിൽ അങ്ങനെ ഇല്ല. അതാണ് നിങ്ങൾ ഈ ഒരു പറഞ്ഞ പോയിന്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റിൽ പറയുന്നത് NPV നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ നമ്മൾ ആദ്യത്തിൽ പറഞ്ഞില്ലേ കട്ട് ഓഫ് റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എന്തിലാണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഈ ഒരു നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കും ആർക്ക്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാര്യം എന്താണ്? ഇറ്റ് അറൈവ്സ് അറ്റ് ദ എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ഗിവൺ പ്രൊജക്റ്റ് സോ ദാറ്റ് ഇറ്റ്സ് ആൻറ്റിസിപ്പേറ്റഡ് ഏർണിങ്സ് കുഡ് റിക്കവർ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ പ്രൊജക്റ്റ് അറ്റ് ദ മാർക്കറ്റ് റേറ്റ്. ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് വർക്കൗട്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ
മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ റൈറ്റ്. ഇനി അപ്പോൾ IRR മെത്തേഡിൽ എങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കാം. IRR മെത്തേഡിൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് അത് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ മനസ്സിലായി. സോ മൂവിങ് ടു ദ തേർഡ് പോയിൻറ്റ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ക്യാഷ് ഇൻഫ്ലോസ് ഇല്ലേ, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ്, ഇടയിൽ വെച്ച് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസ് ഇല്ലേ, അത് നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്യും. അത് ഏത് റേറ്റിൽ? കട്ട് ഓഫ് റേറ്റിൽ. കാരണം NPVക്ക് കട്ട് ഓഫ് റേറ്റിലാണ് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേണിൽ. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റീഇൻവെസ്റ്റഡ് അറ്റ് ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ ഒരു പോയിൻറ്റ് എക്സാമിനേഴ്സിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പോയിൻ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോ. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ക്യാഷ് ഇൻഫ്ലോസ് വന്നു കഴിഞ്ഞാൽ NPV അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് റേറ്റിലായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. IRR എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റീഇൻവെസ്റ്റഡ് അറ്റ് ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. അണ്ടർസ്റ്റുഡ്? ഇനി മൂവിങ് ടു ദ ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ NPV അതുപോലെ തന്നെ IRR മെത്തേഡ് ഇല്ലേ, അവരുടെ രണ്ടുപേരുടെ റിസൾട്ടിന് സിമിലാരിറ്റീസ് ഉണ്ടാവും. അതും പെർട്ടിക്കുലർ ആയിട്ടുള്ള സർട്ടൻ കണ്ടീഷനിൽ. ഓക്കെ, ഇനി നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് NPV പോസിറ്റീവ് ആണെങ്കിൽ IRR എന്തായിരിക്കും എന്നുള്ളത്. അതിനുള്ള ആൻസർ ഞാനിപ്പോൾ പറയാം. അതായത് അണ്ടർ NPV മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? NPV പോസിറ്റീവ് ആകുമ്പോൾ. ഈ അണ്ടർ IRR ആണെങ്കിൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് വെൻ IRR ഇസ് ഗ്രേറ്റർ ദാൻ കട്ട് ഓഫ് റേറ്റ്. കട്ട് ഓഫ് റേറ്റിന് മുകളിലാണ് IRR ആണെങ്കിൽ IRR ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ projects which have the positive NPV obviously also have an internal rate of return higher than the required rate of return. അപ്പോൾ എനിക്കിവിടെ ആൻസർ പറയാനുള്ളത് NPV പോസിറ്റീവ് ആണെങ്കിൽ IRRും പോസിറ്റീവ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ IRR ഹയർ ദാൻ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്നായിരിക്കും ആൻസർ. ഐ ഹോപ്പ് നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡൗട്ട് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെഷൻ ഓഫ് അവർ വീഡിയോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ NPV ആൻഡ് IRR റിസൾട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവറായിട്ട് ഉറപ്പിച്ചോ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ദിസ് ടൈം വന്നിരിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. ബിക്കോസ് നെറ്റിൻ്റെ 2020 ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര 100% ഉറപ്പ് പറയുന്നത്. കാരണം നമ്മളുടെ സെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെറ്റിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ സെറ്റിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് 100% ഉറപ്പ് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വരാനുണ്ടെന്ന്. ബിക്കോസ് നമ്മളുടെ എക്സാമിനേഴ്സിൻ്റെ കേരള കൊമേഴ്സിൻ്റെ ഈ ഒരു സെറ്റ് എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളുടെ ഈ NPV IRR അങ്ങനെയുള്ളത്. കാരണം കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമല്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ 100% ഉറപ്പ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു തരാം, അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് പോയിൻ്റ് വരുന്നത്, അത് ഞാൻ കുറച്ച് 3 പോയിൻറ്റ്സ് ആണ് ഉള്ളൂ. സോ ആ ഒരു 3 പോയിൻ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെ പോയിൻ്റാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ സൈസ് ഓഫ് ദ ക്യാഷ് ഔട്ട്ലേ ഓഫ് വേരിയസ് പ്രപ്പോസൽസ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻ്റ് എന്താണ്? സൈസ്. സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ സൈസ് ഓഫ് ദ ക്യാഷ് ഔട്ട്ലേ എന്ന് പറയുന്നത് അമൗണ്ടിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിൻ്റ് വരുന്നത് പ്രോബ്ലം ഓഫ് ഡിഫറൻസ് ഇൻ ദ ക്യാഷ് ഫ്ലോ പാറ്റേൺ ഓർ ടൈമിംഗ് ഓഫ് വേരിയസ് പ്രപ്പോസൽ എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണ്? ടൈമിംഗ് അല്ലേ. ഇനി നെക്സ്റ്റ് പോയിൻ്റ്, അതായത് തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ സർവീസ് ലൈഫ് ഓർ അൺഈക്വൽ എക്സ്പെക്റ്റഡ് ലൈഫ്സ് ഓഫ് ദ പ്രൊജക്റ്റ്. അതായത് എത്ര കൊല്ലമുണ്ട് ആ ഒരു പ്രൊജക്റ്റ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണ്? ലൈഫ് ഡിസ്പാരിറ്റി എന്ന് വെച്ചാൽ അതിനുണ്ടാവുന്ന ഡിഫറൻസ്. സോ ഇപ്പോൾ ടോട്ടല് ശരിക്കും പറഞ്ഞാൽ ഒരു 3 ബ്രോഡായിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് ഞാൻ കട്ട് ഷോർട്ട് ചെയ്ത് പറയാം എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളാകെ 3 കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചാൽ മതി. സൈസ്, ടൈം, ലൈഫ് ഡിസ്പാരിറ്റീസ് ഇൻ ദ പ്രൊജക്റ്റ് കോസ് ഡിഫിക്കൽട്ടി. സോ ഈ ഒരു 3 പോയിൻ്റ് നിങ്ങൾക്കറിയാമെങ്കിൽ സുഖമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സൈസ്, ടൈം, ലൈഫ് ഡിസ്പാരിറ്റി. ഓക്കെ, നമുക്ക് കുറച്ച് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.
അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ ഒരു ഇതുപോലെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അത് പ്രൊവൈഡ് ചെയ്യാനാണ് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഇക്വേറ്റ്സ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ. ഏതാ? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് IRR ആണ്. എപ്പോഴും സ്റ്റുഡൻസിന് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PV പ്രസൻറ്റ് വാല്യൂ കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഓടിപ്പോയിട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് മാർക്ക് ചെയ്യും. പക്ഷേ അങ്ങനെയല്ല. ഇറ്റ് ഇക്വേറ്റ്സ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അത് IRR ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വിച്ച് ഗീവ്സ് ദ സെയിം ഡിസിഷൻ ഔട്ട്കം വിത്ത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയിം ഡിസിഷൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതിനാണ് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലിനാണ് അവർ സെയിം ആയിട്ടുള്ള ഒരു ഡിസിഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലിന് സെയിം ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുന്നത് ആരെല്ലാമാണെന്ന് നോക്കാം. NPV, അതുപോലെ തന്നെ PI, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വരുന്ന ആ ഒരു ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ചോദിക്കുന്നു, NPV പോസിറ്റീവ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? യെസ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. ഓക്കെ, പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളൊരു പോയിൻറ്റും കൂടി ഉണ്ട്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് വളരെയധികം ഈസിയാണ്. അതായത് ക്വസ്റ്റ്യൻ നമ്മുടെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറയുന്ന 3 ടെക്നിക്സ് ഏതെല്ലാമാണ്? IRR, NPV, PI. സോ ഐ ഹോപ്പ് ദിസ് ടോപ്പിക് ഇസ് ഓൾ ക്ലിയർ ടു യു. ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നിങ്ങൾക്കിപ്പോൾ വർക്കൗട്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓക്കെ, ഏതൊക്കെ രീതിയിൽ കൂടെയാണ് വരുന്നത്, ഏതൊക്കെ സൈഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ, എങ്ങനെയൊക്കെയാണ് വരുന്നത് ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. That's it for now. Let's see in the next video. Till then, work hard and study well. Thank you.